ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ കൺവെൻഷൻ്റെ മുഖ്യ സന്ദേശം നൽകുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള AT സക്രിയ അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സുവിശേഷകരെ, ഗായസംഘത്തിൻ്റെ അംഗങ്ങളെ, സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും വീണ്ടും ദൈവനാമത്തിൽ സ്നേഹം വന്ദനവും അറിയിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാർത്തോമാ സഭയിൽ ഇങ്ങനെയും സ്വാഗത പ്രസംഗം ചെയ്യാമെന്നുള്ളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ജിജിയെ അറിയാം. ജിജി എത്ര ശ്രമിച്ചാലും ഒരു 10 മിനിറ്റ് കുറഞ്ഞ് പറയാൻ പ്രയാസമുള്ള ആളാണ്. അതിനുള്ള കാര്യങ്ങൾ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ അപ്പോൾ അദ്ദേഹത്തെ അത്രയും തർജ്ജനം ചെയ്ത് കൃത്യമായി ഈ കാര്യത്തിൽ ഒരു ഭേദവും വരരുത്. ഈ വട്ടംകുടയിലൊക്കെയാണ് പറയും, ഇതിൽ യാതൊരു ഭേദവും വരുത്തരുത് എന്ന് പറയത്തക്കവണ്ണം ഇതിൻ്റെ കൺവീനർ മോത്തിയച്ചൻ ഒരു ടെററാണെന്ന് എനിക്ക് എന്നാണ് മനസ്സിലായത്. പക്ഷേ അത് നല്ലതാണ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ഇന്നൊരു 15 മിനിറ്റ് പറഞ്ഞെന്നിരിക്കട്ടെ, എന്തോ ഗുണം? കാര്യമായ ഗുണമില്ല. ഇത് ആവശ്യത്തിന് അത് മതി. അതുകൊണ്ട് പ്രസംഗവും അങ്ങനെ ആയിരിക്കും, അധ്യക്ഷ പ്രസംഗവും അങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ ധരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വേണം. നമുക്ക് നമ്മുടെ സെൻട്രൽ കൺവെൻഷനുകളെല്ലാം ഭദ്രാസനത്തിലേത് സജീവമാണ്. സെൻട്രൽ കൺവെൻഷനുകളിലെല്ലാം തന്നെ നമ്മൾ ഓരോ വർഷവും എടുത്തിരിക്കുന്ന വിഷയങ്ങളാണ് കൃത്യമായി വിഷയമായി എടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് നിഷ്കർഷയുള്ള കാര്യമാണ്. എങ്കിലും അത് 100% കൃത്യമായി പാലിക്കുന്ന സെൻറ്റർ ഈ പുനലൂർ സെൻറ്ററാണ് എന്ന്, ഇത് ഓൺലൈനിൽ പോകുന്നതാണ്, മറ്റ് സെൻറ്ററുകാരും കേൾക്കും എങ്കിലും എന്ന് പറയുന്നതിനകത്ത് അതിശയോക്തിയില്ല. വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം വളരെ ഡിസിപ്ലിൻഡായിട്ടും ഒപ്പം നമ്മുടെ സഭാജീവിതവും കൃത്യമായിട്ടും മുമ്പോട്ട് പോകുന്നതിന് കൃത്യമായ ദിശാബോധം നമുക്ക് ഉണ്ടാകും. എന്തും പ്രസംഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ദൈവവചനമല്ലേ? ഇതൊക്കെ നമുക്ക് തോന്നാമെങ്കിലും ആകാം, അല്ലാതിരിക്കാം. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അത്തരത്തിൽ ഈ വർഷം നമ്മൾ ഭദ്രാസനമായിട്ട് പഠിക്കുന്ന വിഷയം വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. എത്ര പഠിച്ചാലും തീരാത്ത വിഷയമാണ് വിശുദ്ധ കുർബാന. നമ്മുടെ വിശ്വാസത്തിൻ്റെ സാരസംഗ്രഹമാണ് വിശുദ്ധ കുർബാന. എല്ലാ പഠനങ്ങളും എല്ലാ കൂദാശകളും എന്തിനേക്കാണോ വിരൽ ചൂണ്ടുന്നത് ആ ഏകവും പ്രധാനവുമായ കാര്യമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അതിൻ്റെ വിവിധങ്ങളായ തലങ്ങളാണ്, വശങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഈ സെൻറ്ററിൽ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്, ഇന്ന് നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നത് വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം എന്നുള്ളതാണ്. ഹോളി കമ്മ്യൂണിയനെ കുറിച്ചുള്ള ഇന്നത്തെ പഠനം യേശു പറഞ്ഞ വാക്കാണ്, ഐ ആം ദി ബ്രെഡ് ഓഫ് ലൈഫ്. അപ്പോൾ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, നമ്മുടെ ഭദ്രാസനം നമ്മുടേതെന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയായിട്ട് എടുക്കേണ്ട. എല്ലാ ഭദ്രാസനങ്ങളും സഭയുടെ മുഴുവനും അങ്ങനെയാകണം. പക്ഷെ നമ്മൾ ഇങ്ങനെ കൂടി പ്രത്യേകമായി ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മുടേത് എന്ന് പറയുന്നത്. അടുത്ത 5 വർഷം കൊണ്ട്, 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു, 2024 നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംസാരം തുടങ്ങിയത്. ഈ 5 കൊല്ലം കൊണ്ട് നമ്മുടെ ഇടവകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ ചെറിയ പതിപ്പുകളാണെന്ന് പൊതുസമൂഹത്തെ കൊണ്ട് നമുക്ക് സാക്ഷ്യപ്പെടുത്തും. അത് മരണകരമായ ഒരു ഉത്തരവാദിത്വമാണ്. 1-2 ദിവസം പഠിച്ചതുകൊണ്ടോ 1-2 വർഷം പ്രവർത്തിച്ചതുകൊണ്ടോ ഒന്നും നമുക്കത് പൂർത്തീകരിക്കാൻ ഒക്കുകയില്ല. 5 വർഷം കൊണ്ട് ഇടവകൾ ദൈവരാജ്യമായി തീരുക എന്നല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും നമുക്ക് സാധിച്ചൊന്നും വരത്തില്ല. പക്ഷേ പിന്നെ ഒരു 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പെങ്കിലും, നമ്മൾ അംഗങ്ങളായിരിക്കുന്ന ഇടവകളും നമുക്ക് അംഗത്വം നൽകിയിരിക്കുന്ന ഈ വിശുദ്ധ സഭയും ദൈവരാജ്യത്തിൻ്റെ പതിപ്പായി തീർക്കുക എന്നുള്ളതല്ലാതെ
നമുക്ക് ഒരു ക്രൈസ്തവ ദൗത്യം വേറെ ഒന്നുമേ ഇല്ല. ഇത് നമ്മൾ അറിയണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പഠനത്തിൽ വിശുദ്ധ കുർബാനയാണ് ഈ വർഷം നമ്മൾ കേന്ദ്രമായിട്ട് എടുത്തിരിക്കുന്നത്. യേശു തൻ്റെ അന്ത്യ ദിനത്തിൽ ആണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അത് ആയുസ്സിൻ്റെ അവസാനത്തിൽ അരമണിക്കൂർ ചെയ്ത ഒരു ചെറിയ സംഭവമല്ല. ഒരായുസ് മുഴുവൻ യേശു ചെയ്തത് ഒരു ഒറ്റ ആക്റ്റിൽ സംഗ്രഹിച്ച് നിത്യതയോളം തുടരാനായിട്ട് പറഞ്ഞിരിക്കുന്ന, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, സംസാരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ആ അസാന്നിധ്യത്തിൽ ക്രിസ്തു സാന്നിധ്യമാകുക എന്നുള്ള ഏകമായ ഉത്തരവാദിത്വമാണ്. ഒന്നാമതിരിക്കുന്ന സാറിന് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് കൃത്യമായി ഒരാൾ മുമ്പ് ഇരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിങ്ങനെ എല്ലാവരും ഞാൻ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ഇന്നത്തെ ജീവ സാന്നിധ്യമായി സാറ് ജീവിക്കുന്ന ഇടങ്ങളിൽ, ഇടവകയിൽ, വീട്ടിൽ, നാട്ടിൽ ജീവിക്കണം. You have no other responsibility as far as the Christian life is concerned but to represent Christ. ഇവിടെ സംസാരിക്കുന്ന ഞാൻ അങ്ങനെ ആയിരിക്കണം. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർ, സുവിശേഷകർ, ഇവിടെ ഇരിക്കുന്ന മുഴുവനാണ്. Who am I? ഞാൻ ആരാണ്? യേശു ക്രിസ്തുവിൻ്റെ അസാന്നിധ്യത്തിൽ അവൻ്റെ സാന്നിധ്യമായി ഈ ലോകത്തിൽ ജീവിക്കുക. ഇങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ജീവിച്ചോളാം. ഇത് മാത്രമാണ് എൻ്റെ പ്രൈമറി ആയിട്ടുള്ള, ഏകമായിട്ടുള്ള ചിന്ത എന്ന് ദൈവത്തോട് നമ്മുടെ അലീജിയൻസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആളുകളാണ് നാം സ്വീകരിച്ചാലും അല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ. വിശുദ്ധ മാമോദീസായിലൂടെ തിരുസഭയുടെ അംഗമായ നമ്മൾ ഈ ദൈവത്തോട്, ഈ സമൂഹത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോമിസാണ്, ഉത്തരവാദിത്വമാണ്, ഞാൻ നിൻ്റെ സാന്നിധ്യം. അപ്പോൾ നമ്മൾ വിനയത്തോടു കൂടി നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, ആം ഐ റിയലി റീപ്രസെൻറ്റിങ് ക്രൈസ്റ്റ് ടുഡേ? ഞാൻ യേശുവിനെ ഇന്ന് റീപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ? അതോ നമ്മൾ യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്? അപ്പോൾ പലപ്പോഴും അങ്ങനെയും വരാം. വി ക്യാൻ യൂസ് ക്രൈസ്റ്റ്, വി ക്യാൻ യൂസ് ദ ചർച്ച്, വി ക്യാൻ യൂസ് ദ പാരിഷ്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ആർക്കു വേണ്ടി ഉപകാരിയായിരിക്കണമോ, ആരുടെ ഉപകരണമായിരിക്കണമോ അതിന് വിരുദ്ധമായി നമ്മൾ അതിനെ ഉപകരണമാക്കി നമ്മുടെ ഇഷ്ടത്തിനും സ്വാർത്ഥതയ്ക്കും അനുസരിച്ച് അതിനെ വഴിമാറ്റി വിടുന്നതാണ് ദൈവത്തിന് ഒരിക്കലും ക്ഷമിക്കാനൊക്കാത്തതായ കുറ്റം, പാപം എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് തർക്കമില്ല. അപ്പോൾ ആ വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ബുദ്ധി കൊണ്ട് ചെയ്യാവുന്നതല്ല, നമ്മുടെ കഴിവുകൾ കൊണ്ട് മാത്രം ചെയ്യാവുന്നതല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും മാത്രം ആണ്. അപ്പോൾ അതിനാണ് യേശു പറഞ്ഞത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നല്ല നാളാണെന്ന് യേശു തമ്പുരാൻ പറഞ്ഞില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം. ഉയർച്ചയിലും താഴ്ചയിലും, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ അനുകൂല സാഹചര്യങ്ങളും, പച്ചയായ പുൽപ്പുറങ്ങളിലും കൂരിരുൾ താഴ്വരയിലും ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മളുടേതല്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം അവന് വേണ്ടി, അവനോടുകൂടെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ വി ആർ ഓൺലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗോഡ്സ് മിനിസ്ട്രി. അവിടെ നമ്മൾ സഹപ്രവർത്തകരായി, കൂട്ടുവേലക്കാരായി ആണ് നിൽക്കുന്നത്. അത് ലളിതമായി നമ്മുടെ സഭയിലെടുത്താൽ ഒരു ഭദ്രാസനം, ഒരു ബിഷപ്പ്, അച്ഛന്മാർ, സുവിശേഷകർ, സേവനിമാർ, ദൈവജനം. അപ്പം ഇത് ഒരു കൂട്ടുവേലയാണ്. അച്ഛന്മാരില്ലാതെ മെത്രാനില്ല, ജനമില്ലാതെ അച്ഛനുമില്ല, മെത്രാനുമില്ല. സോ ഇത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സഹപ്രവർത്തകരാണ്, യു ആർ കോ വർക്കേഴ്സ്. അപ്പം നമ്മളെല്ലാവരും ചേർന്ന് ഈ ദൈവരാജ്യ നിർമ്മിതിയിൽ കർത്താവിൻ്റെ സഹപ്രവർത്തകരായി ഈ ലോകത്തെ ദൈവത്തിൻ്റെ ലോകമാക്കി മാറ്റുന്ന ആ വലിയ ഉത്തരവാദിത്വം. ഇനി നിങ്ങൾ ഒരു മിനിറ്റ് ശാന്തമായി, സത്യസന്ധമായും ഉത്തരങ്ങളില്ലാതെ തുറന്ന മനസ്സോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെയാണോ വ്യക്തിപരമായി നമ്മളിൽ ഓരോരുത്തരിലും
നമ്മൾ അംഗങ്ങളായിരിക്കുന്ന ഇടവകയിലും നമ്മുടെ സഭയിലും വീട്ടിലുമൊക്കെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടിനോട് ചേർന്നോ അല്ലാത്ത കുടുംബങ്ങളുണ്ട്. അവർ ഈ വിശ്വാസത്തിലുള്ളവരായിരിക്കില്ല. അവർ സാക്ഷാൽ ഒരു വേർതിരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ദൈവബോധമുള്ള, നീതിബോധമുള്ള, സത്യസന്ധരായ, സുതാര്യതയുള്ള, കലർപ്പിൻ്റെ അംശമില്ലാത്ത നല്ല മനുഷ്യരാണ് ഇവർ എന്ന് നമ്മളെക്കുറിച്ച് പറയിക്കണം. അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എന്തിനാണ് ഈ നാമധേയം പേറുന്നത്? നമ്മളിത് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം വെറും ഇമോഷണലായിട്ടുള്ള ഒരു ജീവിതമല്ല. നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ഈ യുക്തിയും ഭക്തിയും രണ്ട് തലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ വളരെ ഭക്തരാണ്. അങ്ങനെയുള്ള ഇമോഷണലായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം അല്ല പൗലോസ് പറയുന്നത്. ചിലർ ബുദ്ധി കൊണ്ട് ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ റാഷണാലിറ്റി. അതുമല്ല. എ മീനിങ് ബ്ലെൻഡിങ് ഓഫ് ഫെയ്ത്ത് ആൻഡ് റീസൺ. അങ്ങനെയുള്ള യുക്തിയുടെ അടിസ്ഥാനമായിരിക്കുന്ന ദൈവം യുക്തിരഹിതമായി ലോകത്തിൽ ജീവിക്കാൻ ഒരിക്കലും നമ്മളോട് പറയുകയില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. അതിന് നിങ്ങളെ ബുദ്ധി കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ വെറും ബുദ്ധിജീവികൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട്. സ്നേഹവും കരുതലും കരുണയും ചേർത്ത് പിടിക്കലും ഒക്കെയുള്ള മനുഷ്യത്വത്തിൻ്റെ ഈ തലങ്ങളെല്ലാം കൂടെ ചേർന്ന ഒരു കൃത്യമായ ബോധ്യത്തോടു കൂടിയുള്ള ഉത്തരവാദിത്വപൂർണമായ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ആണ് യൂക്കറിസ്റ്റ്. ഒരു രീതിയിൽ പറഞ്ഞാൽ യൂക്കറിസ്റ്റ് ഈസ് ദ ഗ്രാമർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഭാഷ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭാഷയാകത്തില്ല, ഇല്ലേ? ഒരു കവിത എഴുതുമ്പോൾ അതൊക്കെ എഴുതുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. മോത്തിയച്ഛൻ്റെ കവിത, സാഹിത്യം, ഇതല്ല. അതിന് കൃത്യമായ, പ്രത്യേകിച്ച് ഈ കവിതകളൊക്കെ എഴുതുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമർ, അതാണ് ഭാഷയാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ജീവിതമാക്കുന്നത് ഏകമായ കാര്യമാണ്. ആ ഗ്രാമർ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിക്കും. ഇന്നത്തെ പ്രത്യേകമായി നമ്മളിവിടെ പഠിക്കുന്നത് വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാണ്. അത് പാഠവായനയും വായിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് പറയുന്നത്. അതിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവൻ, ഒന്ന് സഹായിക്കണം സ്ത്രീജനങ്ങൾ, ഞാൻ ജീവൻ്റെ, ഒന്നുകൂടെ ഉറച്ച് പറയാം, അപ്പം ഒന്നും കഴിച്ച പാട്ടില്ല, ജീവൻ്റെ അപ്പമാണ്. എന്തിൻ്റെ അപ്പമാണ്? ജീവൻ്റെ അപ്പം. വെറും വെള്ളയപ്പമൊന്നൊന്നുമല്ല പറഞ്ഞേക്കുന്നേ, മനസ്സിലായോ? അതുകൊണ്ട് അപ്പോൾ ഈ അപ്പത്തെക്കുറിച്ച് യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലളിതമായ കാര്യം, ബ്രെഡ് ഈസ് നത്തിങ് ബട്ട് എനർജി. അത് ഊർജമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ, വൈകിട്ടൊരു ലഘു ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയവരാണ്. വി നീഡ് ഫുഡ്. നമുക്ക് ഈ ഭക്ഷണം ഊർജമാണ്. അപ്പോൾ വിശുദ്ധ കുർബാന ഒരു ഊർജമാണ്. വിശുദ്ധ കുർബാനയിൽ ജീവൻ്റെ അപ്പമായ യേശു തന്നെ നമുക്ക് മുറിച്ച് നൽകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, എവിടെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് എന്ത് ഊർജമാണ് നമ്മളിൽ നിന്ന് വരുന്നതെന്നുള്ളത്. ഇപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഈ മൈക്ക് ഞാൻ ഉപയോഗിക്കും. ഈ മൈക്രോഫോൺ നമ്മൾ ട്രേസ് ചെയ്ത് പോയാൽ ഒന്നിലൊരു ജനറേറ്റർ കാണാം, അല്ലെങ്കിൽ എവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കാണാം. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സോഴ്സ്. ആ സോഴ്സിനോടുള്ള കണക്ഷനിൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഊർജം നമുക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കുന്നത്, വേർ ഡസ് മൈ എനർജി കം? എൻ്റെ ഊർജം എവിടെ നിന്ന് വരുന്നു? ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം യേശു പറഞ്ഞു, ഐ ആം ദ ബ്രെഡ്, ഐ ആം ദ സോഴ്സ് ഓഫ് എനർജി. ഞാൻ ഈ ഊർജത്തിൻ്റെ ഉറവിടമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഊർജം എപ്പോഴും ഒരു ക്രിസ്റ്റിക് എനർജിയാണ്. ഇപ്പോൾ ഒരാൾ ഈ ഭാഗത്തൊന്നും ഇല്ലായിരിക്കും, ഞാൻ മലബാറിലാണ്. മലബാർ എന്ന് പറഞ്ഞാൽ മലയിലെല്ലാം ബാർ, അങ്ങനെയാണ് മലബാർ എന്നുള്ള ഒരു എൻ്റെ അഭിപ്രായമല്ല, നമ്മുടെ പ്ലാംപ്ലാനി പിതാവിൻ്റെ മലയിലെല്ലാം ബാർ. അവർ നല്ല മനുഷ്യരാണ്, പക്ഷേ വൈകുന്നേരത്ത് ഇങ്ങനെയൊക്കെ. ഈ ദേശത്തൊന്നും അങ്ങനെയുള്ള വാക്ക് പോലും നിങ്ങൾ കേട്ടിട്ടില്ല. ഈ മദ്യം ഇവിടെ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളിൻ്റെ ഊർജം വരുന്നത് വൈകിട്ട് മദ്യത്തിൽ നിന്നാണെങ്കിൽ
ഈസ് കണക്റ്റഡ് ടു സം കൈൻഡ് ഓഫ് മദ്യം. അത് മാത്രമേ അവനിൽ നിന്ന് വരികയുള്ളൂ. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ അല്ലാത്തവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവജനമേ, നമുക്ക് ഉറപ്പാക്കേണ്ടുന്ന ഒരു കാര്യം, അത്യന്തം ഉത്തരം ഗൗരവമായി ഒരു നാളിൽ പറയേണ്ടി വരുന്ന കാര്യം, ഒരു 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 ദൈവവിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജം മറ്റൊരിടത്തു നിന്നും വരാൻ പാടില്ല. യു ഹാവ് ടു കറക്റ്റ്ലി കണക്ട് ടു ക്രൈസ്റ്റ്. ആ ഊർജം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആ ഊർജം രക്ഷിക്കുന്ന ഊർജമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ നോക്കിക്കൂ. എല്ലാവരെയും രക്ഷിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ആരും തൊടാത്തവരെ തൊടുക, ആരും കാണാത്തവരെ കാണുക, ആരും അടുത്ത് നിൽക്കാത്തവൻ്റെ അടുത്ത് നിൽക്കുക. നോക്കിക്കുക ആ ജീവിതം. ഇങ്ങനെ വെളുക്കുന്നിടം വരെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ദറ്റ് ഇസ് എ ഡിഫറെൻ്റ് എനർജി. അത് രക്ഷിക്കുന്നതായ ഒരു എനർജിയാണ്. സോ ഇറ്റ് ഈസ് ജീസസ്, യേശു പറഞ്ഞു, ഐ ആം ദി ബ്രെഡ്. ആ ബ്രെഡാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന ഊർജം എപ്പോഴും ഒരു റെഡീമിങ് എനർജി ആയിരിക്കും. നിശ്ചയമായിട്ടും രക്ഷിക്കുന്നതായ ഒരു എനർജിയാണ്. എല്ലാവരുടെയും രക്ഷ കാണുക, എല്ലാവരെയും നമുക്ക് ആ രക്ഷയിലേക്ക് കൊണ്ടുവരിക. ആ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ സുവിശേഷത്തിൻ്റെ ആൻഡ് ഇറ്റ് ഈസ് എ റെക്കൺസൈലിങ് എനർജി. യേശു ക്രിസ്തു എപ്പോഴും എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആയിരുന്നു. തൻ്റെ ശത്രുക്കളോട് പോലും യേശു കണക്റ്റഡ് ആയിരുന്നു. എപ്പോഴും അവരെ യേശു ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആരെയും യേശു പരിഹസിച്ച ഒരു വാക്കില്ല. ശാസ്ത്രിമാർ പരീശന്മാരെ പരിഹസിക്കുകയല്ലായിരുന്നു, അവരെ കൺഫ്രണ്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് കുറച്ച് റഫായിട്ടുള്ള ലാംഗ്വേജാണ്. പക്ഷേ ആ റഫായിട്ട് ഉപയോഗിച്ച ഭാഷ പ്രയോഗങ്ങൾ പോലും അവരെ എല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സോ ഇറ്റ് വാസ് ഓൾവേസ് എ റെഡീമിങ് എനർജി. നമ്മളിവിടെ ഇരിക്കുന്ന നമ്മൾ ഇത്രയും ആളുകൾ, നമ്മളൊരു യൂക്കറിസ്റ്റിക് എനർജി നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അംഗങ്ങളായിരിക്കുന്ന മുഴുവൻ അംഗങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കോ എനിക്കോ സംശയമില്ല, സംശയത്തിന് ആവശ്യമില്ല. കാരണം അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം നമുക്ക് വളരെ ലളിതമായി കാണാൻ സാധിക്കില്ല, വലിയ ഗൗരവമായ പ്രശ്നമാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ റിസറക്റ്റിംഗ് എനർജി. ഇന്ന് നമ്മൾ പറയുകയാണെന്ന് യേശു പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് ആൻഡ് വി ആർ റിസീവിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് യൂക്കറിസ്റ്റ് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഭക്ഷിക്കുന്ന യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു റിസറക്ഷൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സീഡ്സ് ഓഫ് റിസറക്ഷൻ ഉണ്ട് എപ്പോഴും, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഞാനും ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഇന്ന് എനിക്ക് ഈ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ദൈവജനമേ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ, ആർ യു സീരിയസ് അബൌട്ട് യുവർ ഓൺ റിസറക്ഷൻ? ഡു യു റിയലി ബിലീവ് ഇൻ ദ ബോഡിലി റിസറക്ഷൻ ഓഫ് ജീസസ്? യേശു ക്രിസ്തു ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ള ശരീരമാണ്. സോ ദ മോർ വി റിസീവ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, the more we become Jesus' body like. നമ്മളുടെ ഒരു നാളിൽ നമ്മുടെ ഈ ശരീരം ഇരിക്കുന്ന സ്കൂളിൽ പഠിക്കുകയാണോ അല്ലേ, ഇടമണ്ണുകാരിയാണ് അല്ലേ? അപ്പോൾ ഇനി ഒരു 10-100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ, അത്രയും പോരായോ? അപ്പോൾ ഒരു 10-15 വയസ്സ് വരെ ആവട്ടെ. അപ്പോൾ ഒരു 120-ാമത്തെ വയസ്സിൽ എത്രമാത്രം വിശുദ്ധ കുർബാന സ്വീകരിച്ചോ അത്രമാത്രം ഈ ബോഡി വിൽ ട്രാൻസ്ഫോം ലൈക്ക് ദ ബോഡി ഓഫ് ജീസസ്. പൗലോസ് കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന, ഒരു നാളിൽ നിങ്ങളുടെ ശരീരം യേശുവിൻ്റെ ശരീരത്തെ പോലെയാണ്. ജീസസ് സെഡ്, ഐ ആം ദി ബ്രെഡ്. ഈ അപ്പം നിങ്ങൾ ഭക്ഷിച്ച് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളിൽ ഒന്ന്, യു ബിക്കം വാട്ട് യു ഈറ്റ്. നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളായിത്തീരും. വി റിസീവ്, വി ഈറ്റ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് ഭക്ഷിച്ച് ഒരു നാളിൽ നമ്മുടെ ശരീരം, ഈ താഴ്ചയുള്ള ശരീരം ആരുടെ ശരീരത്തെ പോലെയാകും? നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന 2 ബെഞ്ചിലിരിക്കുന്ന പ്രായമുള്ളവർ, സത്യമായി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നേക്കൊരു 78-80 കൊല്ലം കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് 100 കഴിയും, അത് പോരായോ? ഇനി അതിനും ആർത്തിയാകും, മതി. അപ്പോൾ നിങ്ങളുടെ ശരീരം ആരുടെ ശരീരത്തെ പോലെ ഇരിക്കും? യേശുവിൻ്റെ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്, നമ്മുടെ ചിന്തയിൽ നിന്ന് വരുന്നത്,
നമ്മുടെ നടപ്പിൽ കാണേണ്ടതെല്ലാം യേശുവിൻ്റെ ഊർജത്തിന് ആനുപാതികമായ ജീവിതമാണ്. ഇങ്ങനെ ആയിത്തീർന്നാൽ 5 കൊല്ലം വേണ്ട മോത്തിവെച്ചു, 4 കൊല്ലം വേണ്ട. ഞാൻ സത്യമായും വിശ്വസിക്കുന്നു ദിസ് ഈസ് പോസിബിൾ. ഇതല്ലാതെ നമ്മൾ ഈ വളരെ വൈകാരികമായി ഇതൊന്നും പറഞ്ഞതുകൊണ്ട് രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ജീവിതക്രമം ഉണ്ടാകുന്നതിന് ഇടയാകട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ വലുതെന്ന് പറയുന്നത് ചെറുതായി പോവായിരിക്കും. ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് ദൈവം ഈ സഭയിലൂടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം. അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ കഴിഞ്ഞ ഞങ്ങളുടെ ആനുവൽ ക്ലറജിയിൽ, ഇതെല്ലാം പുതിയ കാര്യമല്ല, ഞങ്ങൾ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ് മോത്തി അച്ഛൻ. അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുള്ള സവിശേഷമായ അറിവുകൾ, പഠിപ്പിക്കാനുള്ള കഴിവുകൾ വളരെ അനുഗ്രഹമായി സഭയ്ക്ക് ആകമാനമാണെങ്കിലും ഞാനൊരു സ്വാർത്ഥമതി ആയതുകൊണ്ട് ഈ ഭദ്രാസനത്തിൽ കൂടുതൽ ഇതൊന്നും ലളിതമായ കാര്യങ്ങളാണ്. പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ഈ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പ്രമേയം ഒരു ദൈവരാജ്യ പ്രതീകമാകുക, ഇടവകകൾ എന്നൊക്കെ പറയുന്നത് ഈ വലിയ. അപ്പോൾ ആ രീതിയിലുള്ള ഈ പഠനത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ എടുത്തതല്ല, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും ഈ ഭദ്രാസനത്തിലെ അച്ഛന്മാർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ ഒരു കുർബാനയാക്കി മാറ്റണമേ. അത് ഇന്ന് തൊട്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഈ സെൻറ്ററിലുള്ള എല്ലാവരോടും, എന്നെ കേൾക്കുന്ന എല്ലാവരോടും നമുക്കൊറ്റ ഉത്തരവാദിത്വമാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ പ്രധാനമായിട്ട്, ദൈവമേ എനിക്കൊരു കുർബാനയായി മാറണം. കുർബാന കണ്ടതുകൊണ്ടും കൊണ്ടതുകൊണ്ടും ചൊല്ലിയതുകൊണ്ടും ആരും രക്ഷപ്പെടുകയില്ല. കുർബാന സ്വീകരിച്ച് നമുക്കൊരു കുർബാനയാകാം. ഓരോ കുർബാനയിലും നമ്മൾ കർത്താവിൻ്റെ തിരുശരീരം, ആ ശരീരത്തെക്കുറിച്ച് യേശു തമ്പുരാൻ പറഞ്ഞത് എന്താണ്? ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നു മരിച്ചു. യേശു തൊട്ട് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സെയിൻറ്റ് ജോൺസ് ഗോസ്പലിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. ആ അറിയാത്ത ഭക്ഷണമാണ് നമ്മുടെ രക്ഷയുടെ ഭക്ഷണമായ ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമുക്ക് ഈ ഫിസിക്കൽ ബോഡിയിൽ ജീവിക്കുന്നതിന് നമുക്ക് ആവശ്യമില്ല, അല്ലാത്തതിന് നമുക്ക് ആവശ്യം. എൻ്റെ കൂടെ പഠിച്ച ഒരു സായിപ്പ്, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിന് വളരെയധികം അസുഖം വർദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി. അദ്ദേഹം മറ്റൊരു ഹൗസിൽ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും ക്ലാസ്സിലൊക്കെ കാണത്തുള്ളൂ. അദ്ദേഹം പോയി വന്നതിന് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സിസ്റ്ററിൻ്റെ അവസാനം മരണം എങ്ങനെയൊക്കെയാണ്? സിസ്റ്ററിൻ്റെ മരണത്തിലൊരു ദുഃഖമൊന്നുമില്ലേ? അപ്പം പുള്ളിയുടെ മുഖമൊക്കെ ഇച്ചിരി രൗദ്രമായി. എന്നോട് ചോദിച്ചു, എന്താ ചോദിച്ചത്? ദുഃഖമില്ല. വൈ ഷുഡ് ഐ മോൺ? അപ്പം എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ഒരു ഓൺ സിസ്റ്റർ മരിച്ചപ്പോൾ ദുഃഖമില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സിസ്റ്റർ അവസാനമായി കഴിച്ചത് വിശുദ്ധ കുർബാനയാണ്. ഷീ ഹാഡ് ദി ലാസ്റ്റ് സപ്പർ അറ്റ് ദി ലാസ്റ്റ് മൊമെൻറ്റ്. അതിനുശേഷം എൻ്റെ സിസ്റ്റർ ഭക്ഷണം കഴിച്ചില്ല. 100% ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങളുടെ സിസ്റ്റർ ദൈവത്തോടുകൂടെ ദൈവസന്നിധിയിലുണ്ട്. നമ്മൾ ഓർക്കണം, റാഷണൽ തിങ്കേഴ്സാണ് കൂടുതലും ഈ അമേരിക്കക്കാരുമല്ല. ഒരു വിശ്വാസിയായ അദ്ദേഹം പറയുന്നത്, എൻ്റെ സിസ്റ്റർ അവസാനം കഴിച്ചത് വിശുദ്ധ കുർബാനയാണ്, കർത്താവിൻ്റെ ശരീരമാണ്. അവൾ കർത്താവിനോടുകൂടി എത്തിയിരിക്കും. സ്നേഹിതരെ, നമുക്ക് ക്രിസ്ത്യ ജീവിതം കുറച്ചുകൂടി ഗൗരവമായെടുക്കാം. പൊത്തുവരുത്തത്തിലും അതും ഇതും പറഞ്ഞ് ഒന്നും നമുക്ക് ജീവിക്കാനൊക്കെയല്ല. ലെറ്റ് us go to the root. ആൻഡ് ആ റൂട്ട്, ആ പാറ ക്രിസ്തുവാണ്. ദൈവമേ അതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നിപ്പോൾ ഈ പറഞ്ഞത് ഇന്ന് രാത്രി കൊണ്ടോ നാളെ കൊണ്ടോ ഒന്നുമുള്ള വിഷയമല്ലല്ലോ. നമ്മുടെ മിനിമം ഒരു 5 കൊല്ലം മുമ്പിലോട്ട് കാണുകയും നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ചുകൂടി വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ഈ മാസം അത് ഞാൻ സൺഡേയിൽ കൂടുമ്പോൾ ഒന്നുകൂടെ പറയും. ഈ നവംബർ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ശക്തീകരണങ്ങളും പഠനങ്ങളും ആക്ഷൻസ് നമ്മുടെ ജീവിതക്രമത്തിലും ഉണ്ടാകേണ്ടത് ഈ 16-ാം തീയതി ഞായറാഴ്ച മുതൽ 16,
23, 30 തീയതികളിൽ ഓരോ ശക്തീകരണങ്ങൾ ആണ് അതിൽ. അത് ഏറ്റവും ആദ്യത്തേത് പറയാം, ബിഷപ്പും അച്ഛന്മാരും തമ്മിൽ നല്ല റെക്കൺസിലിയേഷനിലെത്തുക. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം കൂടി ഓൺലൈൻ മീറ്റിങ്ങിൽ ഒരച്ഛൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഗിയോർസച്ചനോട് ഒരു ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറയുന്നതിന് മുമ്പ് അച്ഛനെ നേരിട്ട് കണ്ട് അച്ചോ എന്നോട് ഉള്ളതുപോലും ക്ഷമിക്കണം. അപ്പോൾ ഒരു മറ്റൊരു സൈഡ് പറഞ്ഞത്, ഇപ്പം നിങ്ങൾ ആ ആദ്യത്തെ ബെഞ്ചിലിരിക്കുന്നത് മിക്കവാറും എല്ലാവരും എനിക്കറിയാം, നല്ല മനുഷ്യരാണ്, എനിക്ക് നിങ്ങളോട് ഒന്നും ഒരു പ്രയാസവും ഇല്ല, എങ്കിലും നിങ്ങളിലൊരാൾക്ക് എന്നോടൊരു പ്രയാസമുണ്ട് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ക്ഷമ ചോദിക്കും. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് അച്ഛന്മാരുടെ ഇടയിലുള്ള തീരുമാനമാണ്, ജനങ്ങളുമായിട്ടുള്ളതും വരുന്നത്. അതൊക്കെ കുറച്ചുകൂടി വിശദമായി പിന്നീട് സംസാരിക്കും. ഏതായാലും വളരെ വളരെ ഗൗരവമായി നമുക്ക് ഈ കാര്യങ്ങൾ കാണുന്നു. ഈ ഭദ്രാസനം അച്ഛന്മാർ അതിഗൗരവമായി ഇത് അവരുടെ നെഞ്ചിലേറ്റിയിരിക്കുന്നു. ഇവിടുത്തെ വിശ്വാസം ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതെല്ലാം സൂചിപ്പിക്കുന്നു എന്നുള്ളത്. വി ആർ ഓൾ സീരിയസ് അബൌട്ട്. ഇതേ ഉള്ളൂ നമുക്ക് സീരിയസ് ആയിട്ടുള്ളത്. ദൈവം സഹായിക്കട്ടെ. ഞാൻ ഒരു ഇച്ചിരി സമയം കൂടുതൽ എടുത്തു കാണാം. ഞാൻ തുടങ്ങിയപ്പോഴും വാച്ച് നോക്കിയില്ല, തീർന്നപ്പോഴും വാച്ച് നോക്കിയില്ല. ആ പാപം എൻ്റെ മേലിരിക്കാതിരിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിലെ കൂടിവരവുകൾ കൂടുതൽ അനുഗ്രഹകരമായി തീരട്ടെ. ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ ഇടയാകുന്നത് ഒരു ദൈവാനുഗ്രഹമായി കാണുന്നു. ദൈവം നമ്മെയും നമ്മുടെ സഭയെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ.